കണ്ടോ, ഇതാണ് ഇവിടുത്തെ മൊണാസ്ട്രി വരുന്നത്. രസമുള്ള നമ്മുടെ അമ്പലങ്ങൾ കാണുന്നതും അങ്ങനത്തെ ഓരോരോ ഡൽഹിയിൽ ഒരു ടിബറ്റൻ മാർക്കറ്റുള്ള കാര്യം എത്ര പേർക്കറിയാം? ഇവിടെ വന്നാൽ ഒരുപാട് ടിബറ്റൻ സാധനങ്ങൾ വാങ്ങാനും ഫുഡ് കഴിക്കാനും പറ്റും. ആ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ആൻഡ് ഈ മാർക്കറ്റിൻ്റെ പേരാണ് മജ്നു കാ ടില. ഇത് മെയിൻ ടൗണിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ഉള്ളിലാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ലാഫിംഗ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഫുഡ് ട്രൈ ചെയ്യാനാണ്. അവിടെ ഒരു യെല്ലോ ലാഫിംഗ് സൂപ്പി അത് ട്രൈ ചെയ്യാനാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതുണ്ട് യെല്ലോ ലാഫിംഗ് സൂപ്പി എന്ന് പറഞ്ഞ സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. ആ സാധനം പ്രിപ്പയർ ചെയ്യുന്ന എന്തൊക്കെ ഇട്ടിട്ട് കണ്ടു. ഇങ്ങനത്തെ ചെറിയൊരു പാത്രത്തിലാണ് അവർ സെർവ് ചെയ്യുന്നത്. കൊള്ളാം, കുറച്ച് ടേസ്റ്റ് എരിവൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ നൂഡിൽസിൻ്റെ വേറൊരു രീതിയിലുള്ള സാധനം കുറച്ച് എരിവൊക്കെ ഇട്ടിട്ട് തരും. കണ്ടോ, നൂഡിൽസ് പോലെ അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ചില ഷോപ്പുകളിലെ ഐറ്റംസ് ഉണ്ട്. മൊത്തം ഇവരുടെ രാമനും അങ്ങനത്തെ സാധനങ്ങളാണ്. മൊത്തം ടിബറ്റൻ ഐറ്റംസാണ്. ഈവൻ ബിസ്ക്കറ്റ്, ടോഫി പോലും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ മൊണാസ്ട്രി വരുന്നത്. ഒരു ടിബറ്റൻ മൊണാസ്ട്രിയാണ്. അത് മാർക്കറ്റിൻ്റെ ഒറ്റ നടുക്കിലായിട്ടാണുള്ളത്. ഈ മൊണാസ്ട്രിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് ഫുഡ് സ്റ്റോറുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അതങ്ങനെ കുറേ സ്ഥലത്തൂടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരും കൂടുതലും ഈ പറഞ്ഞ ടിബറ്റ്, നേപ്പാൾ ആൾക്കാരാണ്. ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്, ട്രഡീഷണൽ ടിബറ്റൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചുമ്മാ കയറി നോക്കി നോക്കാതെ. ഇവിടെ ഫുള്ള് ടിബറ്റൻ സാധനങ്ങൾ കേട്ടോ. ഭയങ്കര രസമുള്ള നമ്മുടെ അമ്പലങ്ങൾ കാണുന്നതും അങ്ങനത്തെ ഓരോരോ ആർട്ട് സാധനങ്ങളാണ്. ഇതുകൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മരങ്ങളും അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അവരുടെ ഹാൻഡ് ബാഗ് സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഒരുപാട് കീ ചെയിന് പറ്റിയ സാധനങ്ങളും ചെറിയ ടോയ്സും കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള തൂക്കിയിടാവുന്ന സാധനങ്ങളും കുറേ കീ ചെയിൻസ്. ആൻഡ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇതിങ്ങനെ ഒരു സൈഡ് കൂടെ കയറും, മറ്റേ സൈഡ് കൂടെ ഇറങ്ങും. അങ്ങനത്തെ ഒരു വഴിയാണ് ഇവിടെ ചെയ്തു വെച്ചാണ്. കണ്ടോ, ഈ വഴി ഇങ്ങനെ പോകും. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. കണ്ടോ വഴി കണ്ടോ, അങ്ങോട്ട് ഔട്ട് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു വഴിയുണ്ട്. കണ്ടോ, ഇത് മൊത്തം ക്ലോത്തിൻ്റെ സൈഡാണ്. ഫുള്ള് ക്ലോത്തുകളാണ്. അത് ടിബറ്റൻ സൈഡ് പോലത്തെ തണുപ്പിൽ നിന്നും അതിജീവിക്കുന്ന പോലത്തെ കുറേ ക്ലോത്തുകളാണ്. എന്താ ഇതിൻ്റെ തൊട്ട് തന്നെ ഫുഡ് സ്ട്രീറ്റുകളും ഉണ്ട്. കണ്ടോ, ഇതാണ് കേവ് കഫേ. നമ്മളിവിടുന്ന് ഒരു രാമൻ കുടിക്കണം വെച്ചിട്ടാണ്. നമ്മളിതുവരെയായിട്ട് രാമൻ നോക്കിയിട്ടില്ല. അപ്പോൾ രാമൻ കുടിച്ചോ വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടു, കയറി വരുമ്പോൾ തന്നെ നല്ല വാട്ടർഫോളുള്ള ബുദ്ധൻ്റെ സ്റ്റാച്ചു. നമ്മൾ റാമനെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ. ഇത്രയും റാമൻ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അറൗണ്ട് 250 റുപ്പിയാണ് നോൺ വെജിന് വരുന്നത്. അതിൽ പറഞ്ഞിട്ട് ബുൾഡക്ക് ബ്ലാക്ക് റാമൻ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. സോ ഏറ്റവും ഒതൻറ്റിക് തന്നെ കഴിക്കാം എന്ന് വെച്ചു. ഇത് കണ്ടോ, കേവ് കഫേ. ഈ കഫേയുടെ പേര് ഇത് എനിക്ക് കുറേ പേര് സജസ്റ്റ് ചെയ്തൊരു കഫേയാണ്, അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എത്തി മക്കളെ, സാധനം എത്തിയില്ല. ഇതാണ് റാമൻ. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എത്രത്തോളം കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് ചിക്കൻ പീസുള്ളത്. ചോപ്പ് സ്റ്റിക്സ് ഇത് യൂസ് ചെയ്യാൻ പഠിക്കണമെന്നും പറഞ്ഞ് ഞാൻ ആമസോണിൽ കുറച്ച് ചോപ്പ് സ്റ്റിക്സ് വാങ്ങി പഠിക്കലായിരുന്നു പരിപാടി. അതെ, ആൻഡ് ഞാനും ഇതുകൊണ്ട് കഴിക്കാൻ പഠിച്ചു. അത്യാവശ്യം കഷ്ടപ്പെട്ടത് പഠിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഈവനിങ് ആകുമ്പോഴേക്കാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഞാൻ അത്യാവശ്യം ഫുഡെല്ലാം ട്രൈ ചെയ്തു. ഇപ്പോൾ തിരിച്ചിറങ്ങാൻ നിൽക്കുക. അത്യാവശ്യം നേരെ ഇതിനുള്ളിൽ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ എല്ലാവരും വരാം. എന്തായാലും ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാർക്കറ്റാണ്. അപ്പോൾ ബൈ.